അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ടോപ്പിക്കാണ് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്. പേപ്പർ 1 വരുന്നൊരു ടോപ്പിക്കാണ്. പേപ്പർ 1 വരുന്നൊരു ടോപ്പിക്കാണ്. സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് യൂണിറ്റ് 1 വരുന്നതാണ്. എമർജൻസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ സോഷ്യോളജി ഒരു ഡിസിപ്ലിനാണ് എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ അറിയാം സോഷ്യോളജി ഒരു ഡിസിപ്ലിൻ ആണല്ലേ. അപ്പോൾ ആ ഡിസിപ്ലിൻ എങ്ങനെയാണ് കോമൺ സെൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സാധാരണ ചിന്താഗതിയിൽ നിന്ന് എങ്ങനെയാണ് ഈ സോഷ്യോളജി എന്ന് പറയുന്ന ചിന്താഗതി അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ വ്യത്യസ്തമാകുന്നത് എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ കോമൺ സെൻസ് എന്ന് പറയുന്നത് നമുക്കിവിടെ എല്ലാ ആളുകളും സമ്മതിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ആളുകളും ഓക്കെ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് നോളജിനെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മളൊരു വിവരം ഉള്ള ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആളുകളുടെ വിവരം അളക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ചിന്താഗതിയാണ് നമ്മൾ കോമൺ സെൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ പലപ്പോഴും പറയാറുണ്ടല്ലേ കോമൺ സെൻസ് ഇസ് നോട്ട് സോ കോമൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആളുകൾ പൊതുജനത്തിൻ്റെ ഇടയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഭിന്നതയുള്ള അഭിപ്രായങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എവറി പേഴ്സൺ ഒരേ രീതിയിൽ അല്ലെങ്കിൽ സിമിലറായിട്ട് ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കോമൺ സെൻസ് ചിന്താഗതി എന്ന് പറയും. എന്നാൽ ഈ കോമൺ സെൻസ് ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ആണ് സോഷ്യോളജി ഇവിടെ നിൽക്കുന്നത്. സോഷ്യോളജി നമുക്കറിയാം സൊസൈറ്റിയുടെ സ്റ്റഡിയാണ്. അപ്പോൾ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചിന്താഗതികളെ അവിടുത്തെ ഇൻട്രാക്ഷനെയും പഠിക്കാനാണ് നമ്മൾ സോഷ്യോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പം അവിടെ ഉണ്ടാകുന്ന ചിന്താഗതികൾ അല്ലെങ്കിൽ അവിടെയുള്ള ഹ്യൂമൻ ഇൻട്രാക്ഷൻസിൻ്റെ അകത്ത് വരുന്ന ചിന്താഗതികൾ അത് ശരിയാണോ, അത് എല്ലായിടത്തും ഒരേപോലെ ആപ്ലിക്കബിൾ ആണോ, അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുന്നതാണ് സോഷ്യോളജി. അപ്പോൾ കോമൺ സെൻസിനെ എടുത്തിട്ട് വേണമെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ജെൻഡർ സ്റ്റഡിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റഡി നടത്തി വന്നതിൻ്റെ അകത്ത് സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയെ ഭർത്താവിന് ഉപദ്രവിക്കാം. അത് ആളുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. അപ്പം ഈ തപ്പഡ് എന്ന് പറയുന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. പല ആളുകളും അത് തെറ്റല്ല എന്നാണ് ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വ്യത്യസ്തമാവുന്നത് സോഷ്യോളജി ഒരു എക്സ്പെരിമെൻറ്റിലൂടെ അല്ലെങ്കിൽ സയൻസിൻ്റെ മെത്തഡോളജി ഉപയോഗിച്ച് അത് തെറ്റാണ്, അത് ജെൻഡർ വയലൻസ് ആണ് എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയുണ്ട്. അപ്പം അത് ഈ കോമൺ സെൻസ് ചിന്താഗതിയിൽ നിന്നും നമുക്കതിനെ വ്യത്യാസമായി എടുക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ നമ്മളെ സോഷ്യോളജി സഹായിക്കും. അപ്പം അങ്ങനെ ഒരു ഏരിയ ആണ് നമ്മൾ ഇവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സോഷ്യോളജിയും കോമൺ സെൻസും തമ്മിലുള്ള വ്യത്യാസവും കോമൺ സെൻസ് സോഷ്യോളജിയിൽ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുവെന്നും നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും കോമൺ സെൻസ് ഇസ് ദാറ്റ് റുട്ടീൻ നോളജ് ദാറ്റ് പീപ്പിൾ ഹാവ് ഓഫ് ദെയർ എവറി ഡേ വേൾഡ് ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ്. കോമൺ സെൻസ് എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിലെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്കുണ്ടാവുന്ന നോളജിന്, റുട്ടീൻ നോളജിന് നമ്മൾ വിളിക്കുന്ന കാര്യമാണ് കോമൺ സെൻസ്. അപ്പം കോമൺ സെൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മളുടെ ഒരു സമൂഹത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ചിന്താഗതിയെ നമ്മൾ വിളിക്കുന്ന പേര് കോമൺ സെൻസ് എന്നാണ്. എന്നാൽ സോഷ്യോളജി ഹാസ് എ ജനറൽ സെറ്റ് ഓഫ് റൂൾസ് ടു ഗെറ്റ് സിസ്റ്റമിക് നോളജ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് നോളജ്. നമുക്ക് സോഷ്യോളജിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളവിടെ സയൻസിൻ്റെയോ മറ്റ് മെത്തഡോളജികളോ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഒരു നോളജ് ശരിയാണോ അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ഒരു ചിന്താഗതി ശരിയാണോ, അത് സിസ്റ്റമാറ്റിക് ആണോ എന്ന് മനസ്സിലാക്കുന്നതാണ് സോഷ്യോളജി. According to Peter Berger, the fascination of sociology lies in the fact that its perspectives makes us see in a new light the very world in which we have lived ourselves. അതായത് നമ്മൾ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചിരുന്നോ ആ ജീവിച്ച രീതിയിൽ നിന്ന് മാറി കുറച്ചും കൂടെ ഉയർന്ന രീതിയിലും കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടും നമ്മുടെ ചുറ്റുപാടിനെ നോക്കിക്കാണാൻ നമ്മളെ സോഷ്യോളജി സഹായിക്കും എന്നാണ് പീറ്റർ ബർജർ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ പീറ്റർ ബർജർ എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിക്കൽ തിങ്കറാണ്. നിങ്ങളിങ്ങനെ ഏതെങ്കിലും ഒരു പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പേരിലുള്ള ആളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അയാളുടെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക, അയാൾ എന്തൊക്കെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടെന്നൊന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് സോഷ്യോളജി പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് സോഷ്യോളജി യൂസസ് ലോജിക് ആൻഡ് റീസൺ, കോമൺ സെൻസ് യൂസസ് കൺജക്ചേഴ്സ് ആൻഡ് സ്റ്റീരിയോടിപ്പിക്കൽ ബിലീഫ്സ്. അപ്പം സോഷ്യോളജി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ലോജിക്കും റീസണും ഉപയോഗിച്ച് സയൻസ് എന്ത് മെത്തേഡ്സ് ഉപയോഗിക്കുന്നോ അല്ലെങ്കിൽ ഒരു ലോജിക്കലായിട്ടുള്ളൊരു പേഴ്സൺ എങ്ങനെ ചിന്തിക്കുന്നോ അത് ഓൺ ദ ബേസിസ് ഓഫ് ഡേറ്റ നമ്മൾ എടുത്തിട്ട് നമ്മൾ ശരിയാക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ സോഷ്യോളജി എന്ന് വിളിക്കുന്നത്. അതേ സമയത്ത് കോമൺ സെൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോമൺ സെൻസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സെൻസ് കുറച്ച് സ്റ്റീരിയോടിപ്പിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ അന്ന് നിലനിൽക്കുന്ന ചില ബിലീഫുകളാണ്. അതിനെ സയൻറ്റിഫിക് ആയിട്ടൊന്നും അല്ല ആൾക്കാർ പഠിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കോമൺ സെൻസും സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസം.
ഇപ്പോൾ കോമൺ സെൻസ് നോളജ് ആസ് ബേസ്ഡ് ഓൺ ദ അക്യുമുലേറ്റഡ് എക്സ്പീരിയൻസ്, പ്രിജുഡിസസ് ആൻഡ് ബിലീഫ്സ് ഓഫ് ദ പീപ്പിൾ. അതായത് നേരത്തെയുള്ള അവരുടെ ചിന്താഗതിയും അവർക്ക് എവിടെ നിന്നൊക്കെയോ കിട്ടിയ നോളജിൻ്റെ അക്യുമുലേഷനും ഒക്കെ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നൊരു കാര്യം ഇവിടെ അതിപ്രസക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വാട്സപ്പിൽ വരുന്ന കാര്യങ്ങൾ എപ്പോഴും ടെസ്റ്റഡ് ആവണമെന്നില്ല, എന്നാൽ ടെസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാറുമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ചൂടുവെള്ളം അത് രാവിലെ എഴുന്നേറ്റ് ചൂടുവെള്ളം കുടിക്കരുത്, വയറ്റിനകത്തുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയകളെ അത് കൊന്നുകളയും എന്നൊക്കെ പറയുമ്പം നോർമലി നമ്മളൊരാൾ സയൻറ്റിഫിക്കായിട്ട് ഇതിന് വല്ല പ്രൂഫ് ഉണ്ടോ എന്ന് തിരക്കിയാൽ നമുക്ക് ആ ഒരു ചിന്താഗതി അവിടെ കൊണ്ട് നിർത്താം, അല്ലെങ്കിൽ ആ ഒരു ഡിസ്ഇൻഫർമേഷൻ നമുക്ക് അവിടെ നിർത്താൻ പറ്റും. ഇപ്പോൾ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളുടെ ഇടയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ അവരുടെ ദൈനംദിന എക്സ്പീരിയൻസസിൽ നിന്ന് അവർക്ക് കിട്ടുന്ന എന്നാൽ ടെസ്റ്റഡ് അല്ലാത്ത നോളജിനെയാണ് നമ്മൾ കോമൺ സെൻസ് എന്ന് വിളിക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ് സോഷ്യോളജി സയൻറ്റിഫിക് ഒബ്സർവേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു സയൻസിൽ ഉപയോഗിക്കുന്ന മെത്തഡോളജി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കും റീസണിങ്ങും ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടാവുന്ന എവിഡൻസുകൾ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൂഫുള്ള നോളജിനെയാണ് നമ്മൾ സോഷ്യോളജി എന്ന് വിളിക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ് സോഷ്യോളജി സയൻറ്റിഫിക് ഒബ്സർവേഷൻസ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ വെരിഫയബിൾ എവിഡൻസ് ഓർ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് പ്രൂഫ് ദാറ്റ് ക്യാൻ ബി സൈറ്റഡ്. അപ്പോൾ ഇതാണ് സോഷ്യോളജിയും കോമൺ സെൻസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോഷ്യോളജി ഡ്രോസ് എ ഗ്രേറ്റ് ഡീൽ ഫ്രം കോമൺ സെൻസ്. ഇനി നമ്മളൊരു കാര്യം ചിന്തിക്കുക, നമുക്ക് ഒരു സ്റ്റഡി നടത്തണം, നമ്മളൊരു സ്റ്റഡി നടത്തുന്നതിന് നമ്മളൊരു ചിന്താഗതിയുടെ പുറത്തായിരിക്കും സ്റ്റഡി നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയുടെ പുറത്തായിരിക്കും സ്റ്റഡി നടത്തുന്നത്. അങ്ങനെ ഒരു സ്റ്റഡി നമ്മളൊരു ഐഡിയോളജിയുടെ പുറത്ത് നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമൺ സെൻസ് പെർസെപ്ഷൻ ആയിരിക്കും ഇനിഷ്യലി. ആ കോമൺ സെൻസ് പെർസെപ്ഷനെ നമ്മളെടുത്ത് ഒന്നെങ്കിൽ അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് ശരിയാണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ അത് എടുത്തതിന് ശേഷം അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് തെറ്റാണെന്ന് പറയുന്നതോ ആണ് സോഷ്യോളജിയുടെ മിടുക്ക്. ഇപ്പോൾ സോഷ്യോളജി ഡ്രോസ് എ ഗ്രേറ്റ് ഡീൽ ഫ്രം കോമൺ സെൻസ് as the former touches the everyday experience of layman person. As a result, there is a tendency to use one in place of the other. അപ്പം ഇതുകൊണ്ട് തന്നെയും ഈ രണ്ടും കോമൺ സെൻസും സോഷ്യോളജിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയും പലപ്പോഴും ആളുകൾ ഈ പറയുന്ന സോഷ്യോളജിക്കൽ നോളജിന് കോമൺ സെൻസ് നോളജ് എന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജിനെ സോഷ്യോളജിക്കൽ നോളജായിട്ട് തെറ്റിദ്ധരിക്കുകയോ ചെയ്യാറുണ്ട്. Sociological knowledge tends to be general if not universal. On the other hand, common sense knowledge is particular and localized. അല്ലേ, നമുക്ക് ഉറപ്പായി ഇത് ആന്ദ്രെ ബെറ്റെ എന്ന് പറയുന്ന ഒരു തിങ്കറാണിത് പറഞ്ഞത്. അപ്പം സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ യൂണിവേഴ്സലാണ്, കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്തെടുത്ത നോളജാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിത് എവിടെ വേണേലും അപ്ലൈ ചെയ്യാം, അതെല്ലായിടത്തും ഒരേ റിസൾട്ടായിരിക്കും നൽകുന്നത്. എന്നാൽ നമ്മൾ നോക്കേ ഈ പറയുന്ന കോമൺ സെൻസ് നോളജ് പലപ്പോഴും ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കുന്നതാണ്, അവിടുത്തെ സ്ഥലത്ത് അത് കറക്റ്റായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നോക്കുക അർബൻ ഏരിയയും റൂറൽ ഏരിയ എടുക്കുക. അർബൻ ഏരിയയിൽ സ്ത്രീകളെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും പുറത്തൊക്കെ, അല്ലെങ്കിൽ ഒരു 10 മണി കഴിഞ്ഞാലും 12 മണി കഴിഞ്ഞാലും നമുക്ക് ഈ സിറ്റിയിലൊക്കെ കാണാൻ പറ്റും. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതേ സാഹചര്യത്തിൽ നമ്മൾ റൂറൽ ഏരിയ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ പുറത്ത് വരുന്ന ഒരു 6-7 മണിക്ക് ശേഷം സ്ത്രീകൾ പുറത്ത് വരുന്നത് ഇപ്പോഴും തെറ്റായി കാണുന്ന സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ കോമൺ സെൻസിക്കൽ നോളജിൽ ഒരു നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കണക്ക് രാത്രിയിൽ പുറത്തിറങ്ങാത്തവരായിരിക്കും ഇല്ലേ. അപ്പം ഇങ്ങനെയുള്ള ചിന്താഗതികളെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചില ഇടങ്ങളിലെ ലോക്കലൈസ്ഡ് നോളജാണ്, പർട്ടിക്കുലറിസ്റ്റിക് ആണ്. അപ്പം സോഷ്യോളജി കൊണ്ട് നമുക്കൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്കുള്ള പർട്ടിക്കുലറിസ്റ്റിക് നോളജുകളെ നമുക്ക് അവോയ്ഡ് ചെയ്യുകയും എന്നാൽ ഈ കിട്ടുന്ന ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന നോളജിനെ യൂണിവേഴ്സൽ ആക്കുകയും ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് കോമൺ സെൻസ് ഇസ് നോട്ട് only localized, it is also unreflective since it does not question its own origin and presupposition. ഇനി നോളജ്, നമ്മളൊരു നോളജ് എടുക്കുക. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നത് ഇതേ കണക്കൊരു തെറ്റായ മെസ്സേജ് വരുമ്പം നമ്മൾ ഒരിക്കലും ഇതിൻ്റെ സോഴ്സ് അന്വേഷിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. ആരാണ് ഈ സോഴ്സ്? പലപ്പോഴും ഈ പറയുന്ന ആളുകൾ ഒരു കോട്ടൊക്കെ ഇട്ടതിന് ശേഷം ഈ കോട്ടിൻ്റെ താഴെ അബ്ദുൽ കലാമാണ് എഴുതിയത് അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് എഴുതിയത് എന്ന് പറഞ്ഞ് നമുക്കൊരു കോട്ട് അയച്ചു തരുന്നുണ്ടായിരിക്കും. രാവിലെ ഒരു പ്രാവിനെയൊക്കെ വെച്ച് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അവർ തന്നെ പറഞ്ഞാണോ, ഈ നോളജ് അല്ലെങ്കിൽ ഈ വരുന്ന ഡയലോഗ്സുകൾ ഇന്ന ആൾ തന്നെ പറഞ്ഞാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉറവിടം എവിടെയാണ്? ബേസിക്കലി കോമൺ സെൻസ് നോളജിൻ്റെ അകത്ത് നമ്മൾ ഈ ഉറവിടങ്ങൾ തിരക്കി പോകാറില്ല. അതുകൊണ്ട് തന്നെയും അത് ശരിയാവണമെന്നില്ല. എന്നാൽ സോഷ്യോളജി ആ സമയത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നോളജിൻ്റെ ഉറവിടം അന്വേഷിച്ച് പോവുകയും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുകയും ചെയ്യണം. അതാണ് സോഷ്യോളജിയും കോമൺ സെൻസും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം. ഫർദർ, സോഷ്യോളജി ഓൾസോ ഹെൽപ്സ് അസ് ടു ഷോ ദാറ്റ് കോമൺ സെൻസ് ഇസ് ഹൈലി വേരിയബിൾ. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് മാറ്റുന്നതിലൂടെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്.
പല സ്ഥലങ്ങളിലും മാറ്റം വരുന്നുണ്ട് നമുക്ക് കാണിക്കാൻ പറ്റും. Sociology helps us to understand a society, and this could be deepened and broadened by systematic comparisons between one society with other, whereas common sense is not in a position to reach such an understanding. അപ്പം നമ്മൾ ഈ പറഞ്ഞത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ സോഷ്യോളജി കൊണ്ട് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നോളജിനെ വേറൊരു സൊസൈറ്റിയിലും കൊണ്ടുപോയി നമുക്ക് കമ്പയർ ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് സ്ഥിരീകരിക്കാം. ഫോർ എക്സാമ്പിൾ, ഡർക്കൈം എന്ന് പറയുന്നൊരു സോഷ്യോളജിസ്റ്റ് ഉണ്ട്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സൂയിസൈഡിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തി. സൂയിസൈഡിനെ കുറിച്ച് പല തിയറികളുണ്ടായിരുന്നു. സൈക്കോളജിക്കൽ തിയറി ഉണ്ട്, ജനറ്റിക്കൽ തിയറി ഉണ്ട്, ജിയോഗ്രഫിക്കൽ തിയറി ഉണ്ട്, അങ്ങനെ പല തിയറികളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പല സ്ഥലങ്ങളിലുള്ള ഡേറ്റ എടുത്തതിന് ശേഷം ഈ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടോ അല്ലാത്ത നോളജുകൾ, അതായത് കോമൺ സെൻസിക്കലായിട്ട് ചിന്തിച്ചിരുന്ന നോളജുകളെ അദ്ദേഹം ഈ റെഫ്യൂട്ട് ചെയ്ത് കളഞ്ഞു. അദ്ദേഹം ഇതിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് വേരി ചെയ്യുന്നതെന്നും എന്നാൽ ഇതിനൊക്കെ ഒരു കോമൺ കോസ് ഉണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം കണ്ട കോമൺ കോസ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, സൂയിസൈഡ് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഒന്നെങ്കിൽ ഇൻട്രാക്ഷൻ ഭയങ്കര കൂടുതലുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ വളരെ കുറവുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായി ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനങ്ങളും ഇല്ലാത്ത സൊസൈറ്റിയിലായിരിക്കും നമുക്ക് ഈ പറയുന്ന സൂയിസൈഡിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് അവിടെ ഡെർക്കും നമുക്ക് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ, സൂയിസൈഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് സൊസൈറ്റിക്ക് ഒരു റോളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സൊസൈറ്റിയുടെ ഒരു റോളും ഈ സൂയിസൈഡിന് ഒരു കാരണമാവുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കി കാരണങ്ങളൊക്കെ സെക്കൻഡറി ആണ്, അല്ലെങ്കിൽ ബാക്കി കാരണങ്ങളൊക്കെ ലോക്കലൈസ്ഡ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈവൻ ദോ ഈ സ്റ്റഡിയിൽ ചില ഡിസ്പ്യൂട്ട്സുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു വളരെ ക്ലാരിറ്റി ഉള്ളൊരു നോളജും അതേ കണക്ക് തന്നെ നമുക്ക് മറ്റ് സൊസൈറ്റികൾ കൊണ്ട് കമ്പയർ ചെയ്താലും ഒരേ റിസൾട്ട് കിട്ടുന്ന ഒരു നോളജും അദ്ദേഹം നമുക്ക് തന്നു. അപ്പോൾ തീർച്ചയായും നമുക്ക് പറയാൻ പറ്റുന്നത്, സോഷ്യോളജി ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ നോളജ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, വിശ്വസിച്ച് പറയാൻ പറ്റും ഇത് യൂണിവേഴ്സലാണ്, ഈ തിയറി ഓക്കെ ആണ് എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റും. Sociology makes use of its tools and techniques for systematic investigation of object, while common sense involves preconception which is rejected by sociology. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ സോഷ്യോളജി ഉപയോഗിക്കുമ്പം നമ്മൾ സയൻസിൻ്റെ മെത്തേഡ്സോ അല്ലെങ്കിൽ നമുക്ക് സോഷ്യോളജിക്ക് വേണ്ടിയിട്ട് ഡിവൈസ് ചെയ്തേക്കുന്ന ടെക്നിക്സോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നോളജുകളിൽ എത്തുന്നത്. അല്ലാതെ കോമൺ സെൻസിൻ്റെ പോലെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉപയോഗിച്ചിട്ട് നമ്മളൊരു നോളജ് ഉണ്ടാക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ പറയുന്ന സോഷ്യോളജിക്കൽ നോളജിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. Common sense easily construct imaginary social arrangements which is utopian, whereas sociology is anti-utopian in its central preoccupation with the disjunction between ideal and reality in human society. അപ്പോൾ നമുക്ക് പലപ്പോഴും ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു ഐഡിയൽ സിറ്റുവേഷനെ കുറിച്ചാണ്. എപ്പോഴും നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഐഡിയൽ സൊസൈറ്റിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആൾക്കാർ വില്ലേജ് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ വില്ലേജുകൾ എന്ന് പറയുന്നതിൽ എപ്പോഴും എന്താണെന്നാണ് പറയുന്നത്? ഇന്ത്യൻ വില്ലേജുകൾ എപ്പോഴും സെൽഫ് സഫിഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി കൊളോണിയൽ ചിന്താഗതിക്കാർ സെൽഫ് സഫിഷ്യൻ്റ് എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ആരാണ്? കൊളോണിയൽ ചിന്താഗതിക്കാർ നമ്മളെ ലൂട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വില്ലേജുകളെ ലൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാക്കി തന്നൊരു അഭിപ്രായം മാത്രമാണ്. ആൻഡ് ഇത് ഈ കാലാകാലങ്ങളായി നമ്മളുടെ നാഷണലിസ്റ്റുകളാണെങ്കിലും നമ്മളുടെ ഇവിടുത്തെ ചിന്താഗതിക്കാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തുള്ള ഉടനീളമുള്ള പല ആളുകളാണെങ്കിലും ഈ ചിന്താഗതി ഇന്നും നിലനിർത്തിക്കൊണ്ടുപോയി. ഏകദേശം 1950 വരെയും ഈ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഇന്നും ഇത് പറയുന്ന ആളുകളുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ വില്ലേജ് എന്ന് പറഞ്ഞാൽ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. എന്നാൽ സോഷ്യോളജി ഉപയോഗിച്ച് സ്റ്റഡി ചെയ്തപ്പം, വില്ലേജ് സ്റ്റഡികൾ, ഇന്ത്യയിലെ വില്ലേജ് സ്റ്റഡികൾ നമ്മൾ സോഷ്യോളജി ഉപയോഗിച്ച് നടത്തിയപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് MN ശ്രീനിവാസൻ. അപ്പം ഇങ്ങനെ സോഷ്യോളജി ഉപയോഗിച്ച് നമ്മൾ പഠിച്ചപ്പം നമുക്ക് മനസ്സിലായത് ഇന്ത്യൻ വില്ലേജുകൾ അത്രയും അങ്ങോട്ട് സെൽഫ് സഫിഷ്യൻ്റ് അല്ല. ഇന്ത്യൻ വില്ലേജുകൾ ലിറ്റിൽ റിപ്പബ്ലിക്സ് അല്ല. പകരം അവിടെ കാസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം അവിടെ ഡിഫറൻസസ് ഉണ്ട്, അവിടെ ഹൈറാർക്കി ഉണ്ട്. അവിടെ ഒരു വില്ലേജിൽ ചിലപ്പോൾ ഉപ്പുണ്ടെങ്കിൽ അതിന് അനുസരിച്ചുള്ള ബാക്കിയുള്ള ഈ കറി വെക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങളൊന്നും ആ വില്ലേജിലില്ല. അല്ലെങ്കിൽ അവിടെ അലക്കുകാരൻ ഇല്ലെങ്കിൽ അപ്പുറത്തെ വില്ലേജിൽ നിന്ന് വേണം അലക്കുകാരൻ വന്ന് ഇവിടെ അലക്കി കൊടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സെൽഫ് സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ ഒരു കോമൺ സെൻസിക്കൽ പേഴ്സ്പെക്റ്റീവ്, അതായത് പ്രീ ഓക്കുപ്പേഷനിൽ നിന്ന് വന്ന ഒരു ഐഡിയൽ ടൈപ്പായിട്ടുള്ളൊരു വില്ലേജിനെ നമ്മൾ ഡീകൺസ്ട്രക്റ്റ് ചെയ്യുകയും കോമൺ സെൻസ് നോളജ് തള്ളിക്കളഞ്ഞുകൊണ്ട് സോഷ്യോളജി അതൊരു
വില്ലേജ് ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു സാധനം അല്ല എന്ന് പറയുകയും ചെയ്തു. സോഷ്യോളജി ഈസ് ഓൾസോ ആൻറ്റി ഫേറ്റലിസ്റ്റിക് ഇൻ ഇറ്റ്സ് ഓറിയൻറ്റേഷൻ. ഇറ്റ് ഡസ് നോട്ട് ആക്സെപ്റ്റ് ദ പർട്ടിക്കുലർ കൺസ്ട്രെയിൻ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ബൈ കോമൺ സെൻസ് ആസ് ഇറ്റേണൽ ഓർ ഇമ്മ്യൂട്ടബിൾ. ആൻറ്റി ഫേറ്റലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാം വിധിപ്രകാരമാണ്, അല്ലെങ്കിൽ ഇത് ഇൻഡിസ്ട്രക്റ്റബിൾ നോളജ് ആണ് എന്നുള്ളൊരു ചിന്താഗതി സോഷ്യോളജിക്കില്ല. പകരം സോഷ്യോളജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു നോളജ് അതിൻ്റെ ബേസിൽ നിന്നും ബിൽഡ് ചെയ്യാനും ആ നോളജ് സത്യസന്ധമാണോ, സയൻറ്റിഫിക് ആണോ, പ്രൂഫ് ഉണ്ടോ എങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാം എന്നാണ്. It is a clearer awareness that common sense of the range of alternatives that have been or may be devised for the attainment of broadly the same ends. അതായത് നമുക്കൊരു ക്ലിയർ അവയർനെസ് വരുന്നു. കോമൺ സെൻസ് കൊണ്ട് നമ്മൾ സൃഷ്ടിച്ച് വെച്ചേക്കുന്ന നോളജുകളെ സോഷ്യോളജി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ രണ്ടിൻ്റെ എൻഡ് ഒന്നായിരിക്കുവാണെങ്കിലും അതെങ്ങനെയാണ് വന്നതെന്നും മറ്റു കാര്യങ്ങളും സോഷ്യോളജി വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. സോഷ്യോളജി ഈസ് ഫർദർ വാല്യൂ ന്യൂട്രൽ ആൻഡ് ഫ്രീ ഫ്രം ഓൾ ഓഫ് ദ ബയാസസ് ആൻഡ് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ്, ബട്ട് കോമൺ സെൻസ് ഇസ് ഓഫൺ എ സോഴ്സ് ഓഫ് ബയാസസ് ആൻഡ് എറർ. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, വാല്യൂ ന്യൂട്രാലിറ്റി. ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നേക്കുന്നത് വാല്യൂ ന്യൂട്രൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മളിവിടെ പഠിക്കുന്നത് മാക്സ് വെബർ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റിനാണ്, ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്. നമ്മൾ സോഷ്യോളജിയിൽ ഇദ്ദേഹത്തിനെ പഠിക്കുമ്പോൾ സോഷ്യോളജിസ്റ്റ് എന്ന് വിളിക്കുന്നു. അപ്പം സോഷ്യോളജി ഈസ് ഫർദർ വാല്യൂ ന്യൂട്രൽ. അതായത് എന്തുകൊണ്ടാണ് സയൻറ്റിഫിക്കലി നമ്മളൊരു കാര്യം പഠിക്കുമ്പം നമ്മളുടെ ചിന്താഗതിയെ നമ്മൾ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാതെയും നമ്മൾ വളരെ ന്യൂട്രലായിട്ടൊരു സ്റ്റാൻഡ് എടുക്കുകയും എന്നിട്ടൊരു റിസൾട്ട് എത്തിക്കുകയും ചെയ്യാം. എങ്കിൽ മാത്രമേ ആ സ്റ്റഡി ബയാസ് ആവാതിരിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സോഷ്യോളജി പലപ്പോഴും സയൻറ്റിഫിക്കായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെയും നമ്മളുടെ വാല്യൂ ചിന്താഗതികൾ അവിടെ ഇടാതെ നമ്മൾ മാറി നിന്ന് അതിനെ ഒബ്സർവ് ചെയ്ത് പഠിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ കോമൺ സെൻസിൻ്റെ അകത്ത് വരുന്ന ചിന്താഗതികൾ, ബയാസുകളും എററുകളും ഒന്നും അവിടെ വരില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് പഠിക്കുവാണെങ്കിൽ അവിടുത്തെ ഒരാളായി നിന്നുകൊണ്ടും അതേപോലെ തന്നെ അവിടുന്ന് നമ്മൾ പഠിക്കുമ്പം കുറച്ച് മാറി നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്ത് അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടു പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ? വാല്യൂ ന്യൂട്രൽ. അല്ലാതെ അവരെ നമ്മൾ റേഷ്യലായിട്ടൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ചിന്തിക്കുന്ന ആൾക്കാരാണ് അവിടെ പോയി പഠിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും, നമുക്കൊരു കറക്റ്റ് സ്റ്റഡി കിട്ടത്തില്ല. അപ്പം നമ്മളവിടെ കോമൺ സെൻസിൻ്റെ ചിന്താഗതികൾ ഉപയോഗിച്ച് നമ്മളുടെ സ്റ്റഡി കൊണ്ടുവരും. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ബയാസ്ഡ് ഇൻഫർമേഷൻ ആയിരിക്കും. വാട്സാപ്പിലൊക്കെ വരുന്ന ഈ മെസ്സേജുകളും അതുപോലെ തന്നെ ഒരു ബയാസ്ഡ് ഇൻഫർമേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് അക്കോർഡിംഗ് ടു ആൻഡ്രെ ബെറ്റെ ആൻഡ് ഐഡിയോളജി. ഇവിടെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ് പലപ്പോഴും സോഷ്യോളജി ചില ഐഡിയോളജികളെ തള്ളിക്കളയും. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു നോളജ് സിസ്റ്റം ഇവിടെ ഉണ്ട്. ആ നോളജ് സിസ്റ്റത്തിനെ എപ്പോഴും നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ നോളജ് സിസ്റ്റത്തിനെ മാറ്റി വെക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ നോളജ് സിസ്റ്റം മാറി വരുമ്പോൾ നമുക്ക് പുതിയൊരു നോളജ് സിസ്റ്റം വരും. ആ നോളജ് സിസ്റ്റത്തിനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റഡി നടത്തിയിട്ട് അത് തെറ്റാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയല്ലേ സയൻസ് പോകുന്നത്. ആദ്യം നമ്മൾ കുഞ്ഞിലേ പഠിച്ച് മാറ്ററാണ് ഏറ്റവും ചെറുതെന്ന്, അതിനുശേഷം നമ്മൾ പിന്നെ മാറ്ററിനെ ഡിവൈഡ് ചെയ്ത് പിന്നെ അതിൻ്റെ അകത്തുനിന്നുള്ള സാധനങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് തുടങ്ങി. നമ്മളിപ്പോൾ ഹിഗ്സ് ബോസോൺ വരുത്തി. അപ്പോൾ ഓരോ സമയത്തുണ്ടായിരിക്കുന്ന ഐഡിയോളജികളെയോ അല്ല ഓരോ സമയത്തുണ്ടാകുന്ന ഐഡിയകളെയോ തള്ളിക്കളയണം. ഇനി ഐഡിയോളജി എന്താണ്? ഐഡിയോളജി എന്ന് പറഞ്ഞാൽ കുറേ ഐഡിയാസും ബിലീഫ്സും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് ഐഡിയോളജി. അത് ശരിയാവണമെന്നില്ല, പക്ഷേ അതൊരു പ്രീ കൺസെപ്ഷൻ അല്ലെങ്കിൽ അത് ചിലപ്പം ഒരു കുറേ ആളുകളുടെ ചിന്താഗതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ഐഡിയ ആവാം. അപ്പോൾ അത് അവിടെ അന്നേരം ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആയതുകൊണ്ടാണ് നമ്മളതിനെ ഐഡിയോളജി എന്ന് വിളിക്കുന്നത്. എന്നാൽ അത് ശരിയാവണമെന്നില്ല. അപ്പോൾ അക്കോർഡിംഗ് ടു ആൻഡ്രെ ബെറ്റെ, ആൻ ഐഡിയോളജി ഈസ് ദാറ്റ് സെറ്റ് ഓഫ് ഐഡിയാസ് ആൻഡ് ബിലീഫ്സ് വിച്ച് സീക്സ് ടു ആർട്ടിക്കുലേറ്റ് ദ ബേസിക് വാല്യൂസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, വാട്ട് ദേ ചെറിഷ് ഫോർ ദെംസെൽസ് ആൻഡ് ഫോർ അതേഴ്സ്, ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ എ സൊസൈറ്റി. ആൻ ഐഡിയോളജി is not a systematic theory, although it has systematic properties and it often strives to be a theory. It may or may not succeed in articulating basic values to the distribution of power, but such articulation is a part of purpose of design. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. അതായത് നമ്മളൊരു ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നൊരു ചിന്താഗതിയാണ്. അപ്പോൾ നമുക്ക് മാർക്സിയൻ ഐഡിയോളജി ഉണ്ട്, അത് കണക്ക് തന്നെ റൈറ്റിസ്റ്റ് ഐഡിയോളജി ഉണ്ട്, ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ഉണ്ട്. അപ്പോൾ ഈ ഐഡിയോളജി ബേസിക്കലി നമ്മൾ എന്തിനുണ്ട്, പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. അപ്പം ഈ പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ എടുക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ശരിയായ ചിന്താഗതി തന്നെ വേണോ, അല്ലെങ്കിൽ ശരിയായ ചിന്താഗതി തന്നെ ആയിരിക്കണോ, സയൻറ്റിഫിക്കായിട്ട് ടെസ്റ്റ് ചെയ്ത ചിന്താഗതികൾ തന്നെ ആവണമെന്നില്ല. അപ്പം പലപ്പോഴും ഒരു ഐഡിയോളജിയെ നമുക്ക് സോഷ്യോളജി ഉപയോഗിച്ച്, ഐഡിയോളജിക്കകത്ത് പല കോമൺ സെൻസ് പെർസെപ്ഷൻസ് കാണും. അപ്പോൾ ഈ പല കോമൺ സെൻസ് പെർസെപ്ഷനെ നമുക്ക് സോഷ്യോളജി ഉപയോഗിച്ച് ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, മാർക്സിയൻ ഐഡിയോളജി
മാർക്സിയൻ ഐഡിയോളജി ഒരു ഉട്ടോപ്യൻ ഐഡിയോളജിയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. കാരണം മാർക്സ് പറയുന്നത് എല്ലാവരും ഈക്വൽ ആയിട്ടുള്ളൊരു സൊസൈറ്റി ഉണ്ടാവും എന്നാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടായിട്ടില്ല. അപ്പം മാർക്സിൻ്റെ ബേസിക് തിയറിയിൽ നിന്ന് എന്ത് മാറ്റം വരാം എന്ന് നമുക്ക് സോഷ്യോളജി പഠിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പഠിച്ച് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം മാർക്സിയൻ സോഷ്യോളജിക്ക് എതിരായി വന്ന ചിന്താഗതികളുമുണ്ട്. അപ്പോൾ ഒരു ഐഡിയ പ്രോമിനൻ്റ് ആയിരിക്കുമ്പം ആ ഐഡിയയായിട്ട് ബേസ് ചെയ്ത ഐഡിയോളജി പ്രോമിനൻ്റ് ആയിട്ടിരിക്കുമ്പം നമുക്ക് വേണമെങ്കിൽ സോഷ്യോളജി ഉപയോഗിച്ച് ആ ഐഡിയോളജിയുടെ പ്രശ്നങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതും ആന്ദ്രേ ബെറ്റെ പറഞ്ഞതാണ്. അപ്പോൾ ആന്ദ്രേ ബെറ്റെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം ഇവിടെയല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ അദ്ദേഹം സ്റ്റഡി നടത്തിയേക്കുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്കിതൊക്കെ എക്സാമ്പിൾസ് ആണ്. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എല്ലാ സൊസൈറ്റിയിലും കുറേ ചിന്താഗതികളുണ്ട്. അതായത് ഈ ജെൻഡർ ഈ റോൾസ് ചെയ്യാനുള്ളതാണ്, ഈ ജെൻഡർ ഈ റോൾസ് ചെയ്യാനുള്ളതാണ്. അതായത് ഇപ്പോൾ 2 ജെൻഡർ ഉണ്ട്, മാസ്കുലൈനും ഫെമിനൈനും. അപ്പം മാസ്കുലൈൻ ജെൻഡർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്, ഫെമിനൈൻ ജെൻഡർ ഇതൊക്കെ ചെയ്തോളും എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഇവിടെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു കോമൺ സെൻസ് പേഴ്സ്പെക്റ്റീവാണ് അല്ലേ? അപ്പം ഈ കോമൺ സെൻസ് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് വ്യത്യസ്തമായ പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ പഠിക്കാൻ പറ്റും. മാർഗരറ്റ് മീഡ് എന്ന് ഇവിടെ ഈ കാണുന്ന സ്ത്രീയാണ് മാർഗരറ്റ് മീഡ്. അപ്പോൾ മാർഗരറ്റ് മീഡ് സെക്സ് ആൻഡ് ടെമ്പറമെൻറ്റ് ഇൻ 3 പ്രിമിറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് ന്യൂ ഗിനിയയിൽ ഒരു സ്റ്റഡി നടത്തി. സെക്സ് ആൻഡ് ടെമ്പറമെൻറ്റ് ഇൻ 3 പ്രിമിറ്റീവ് സൊസൈറ്റീസ്. ഇപ്പോൾ അവരവിടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി, അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. അതായത് അവിടെ ഉണ്ടായിരുന്ന 3 ട്രൈബുകളിലും അവർ പഠിച്ച 3 ട്രൈബുകളിലും ഈ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് സ്പെസിഫിക് അല്ല, ഡിഫൈൻഡ് അല്ല. ഓരോ സ്ഥലം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ട്രൈബ് മാറുന്നതനുസരിച്ച് ഈ ജെൻഡർ റോളുകൾ മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 3 ട്രൈബുകളാണ് അപ്പാച്ചെ, മുണ്ടുറാക്കോ ആൻഡ് അച്ചംബ്ലി. അപ്പോൾ അപ്പാച്ചയിൽ അവർ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഡിഫറൻസ്, മെന്നും വുമണുമായിട്ടുള്ളൊരു നാച്ചുറൽ ഡിഫറൻസ് കണ്ട്. പക്ഷേ ഈ പറയുന്ന എന്താ പറയുക, she found a very few natural differences in men and women's behavior with neither sex exhibiting aggression. Women did the heavy carrying, men stayed at home with their wives during and after childbirth, sharing the pain and strain. അതായത് നമ്മൾ നോക്കിയേ, നമ്മളിവിടെ കാണുന്ന പോലെ സ്ത്രീകൾ പ്രസവിച്ചിട്ട് അവർ മാത്രമാണ് കുട്ടിയെ നോക്കുന്ന ഒരു രീതി അവർ മാറിയിട്ട് ഇവിടെ ഒരു കോമൺ ഡിഫറൻസസ് ഇല്ലാതെ രണ്ടുപേരും, ആണുങ്ങളും പെണ്ണുങ്ങളും അത്ര അഗ്രസീവ് ഒന്നുമല്ല, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് ജന്മം നൽകിയതിന് ശേഷം ആണുങ്ങളാണ് അവിടെ പെണ്ണുങ്ങളെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 2 പേരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു കാണാൻ പറ്റും. എമംഗ് ദ മുണ്ടറാക്കോ ബോത്ത് സെക്സസ് വെർ അഗ്രസീവ്, ചിൽഡ്രൻ വെർ ട്രീറ്റഡ് ബ്രൂട്ടലി ബൈ ബോത്ത് പാരൻസ് ആൻഡ് ലവ് മേക്കിംഗ് വാസ് റാദർ ലൈക്ക് എ പിച്ച്ഡ് ബാറ്റിൽ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 2 സെക്സസും തമ്മിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇവർ 2 പേരും വളരെ അഗ്രസീവാണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കുറച്ച് പാവമായിരിക്കണം, അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ ഈ മുണ്ടറാക്കോയുടെ ഇടയിൽ അത് മാറി. എമംഗ് ദ ടാച്ചംബ്ലി യെറ്റ് ഫർദർ വേരിയേഷൻ occurred. Men adorned themselves, gossiped, made things for trade, while women selected their partners, made the sexual advances, did all the trade and were the more aggressive sex. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ടാച്ചംപുള്ളിയുടെ ഇടയിൽ നോക്കിയപ്പം നേരെ തിരിഞ്ഞ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള നോഷനൊക്കെ തിരിഞ്ഞു വന്ന്, അതായത് ഇവിടെ എപ്പോഴും പറയുന്ന ആണുങ്ങൾ പോയിട്ട് ജോലി ചെയ്ത് പെണ്ണുങ്ങളെ നോക്കണമെന്നാണ്. ഇവിടെ നേരെ തിരിച്ച് ആണുങ്ങൾ വീട്ടിലിരുന്ന് ഇത്തിരി കഥയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇത്തിരി എന്താ പറയുക ഗോസിപ്സ് ഒക്കെ നടത്തി, സ്ത്രീകളാണ് ജോലിക്ക് പോയി അവരെ നോക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ അന്ന് നിലനിന്നിരുന്ന ഒരു ജെൻഡർ ഡിഫറൻസും അതിനെക്കുറിച്ചുള്ള ചിന്താഗതികളിലും ഈ പറയുന്ന സോഷ്യോളജിക്കൽ സ്റ്റഡി, ഇവരൊരു ആന്ത്രപ്പോളജിസ്റ്റാണ്, ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസാണ്. ആന്ത്രപ്പോളജിയും സോഷ്യോളജിയും തമ്മിൽ വളരെ റിലേറ്റഡ് ആയിട്ടുള്ള 2 സബ്ജക്ട്സ് ആണ്. അപ്പം ബേസിക്കലി അവിടെ ഇവർ ഈ ആന്ത്രപ്പോളജി ഉപയോഗിച്ച് ഇത് പഠിച്ചപ്പോൾ അവിടുത്തെ സൊസൈറ്റി പഠിച്ച് ആ സൊസൈറ്റിയിൽ നമുക്ക് ഈ ഒരു വ്യത്യാസം കാണാൻ പറ്റി. അപ്പോൾ ജെൻഡർ റോൾസിന് ഇവിടെ ഉണ്ടായിരുന്ന ചിന്താഗതികളിൽ നിന്ന് മാറ്റമുണ്ടെന്ന് ആര് പറഞ്ഞ്? മീഡ് പറഞ്ഞ്, മാർഗരറ്റ് മീഡ്. ഇപ്പോൾ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു സെറ്റ് ഓഫ് റുട്ടീൻ നോളജാണ്. പീപ്പിൾ എല്ലാ ദിവസവും ആളുകളുടെ ഇടയിലുള്ള അവരുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന ആക്ടിവിറ്റീസിന് അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കോമൺ സെൻസ് എന്ന് പറഞ്ഞത്. കോമൺ സെൻസ് നോളജ് ഇസ് ദ റുട്ടീൻ നോളജ് പീപ്പിൾ ഹാവ് ഓഫ് ദെയർ എവറി ഡേ വേൾഡ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഡിഫറെൻറ്റ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്, ഫിനോമിനോളജി ഉണ്ട്, എത്തനോ മെത്തഡോളജി ഉണ്ട്, ഇൻട്രാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല സോഷ്യോളജി പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പല മെത്തഡോളജിയിലും ഈ പറയുന്ന കോമൺ സെൻസ് നോളജിന് പല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ചിലർ പറയുന്നത് കോമൺ സെൻസ് നോളജിന് നമ്മൾ എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പം ചില ആളുകൾ പറയുന്നുണ്ട് കോമൺ സെൻസ് നോളജ് കൊണ്ട് നമുക്ക് കുറേ ഉപയോഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഫിനോമിനോളജിക്കൽ സോഷ്യോളജിയാണ്.
അപ്പോൾ ഫിനോമിനോളജിക്കൽ സോഷ്യോളജിയുടെ ഒരു പ്രധാനിയാണ് ബേസിക്കലി ആൽഫ്രഡ് ഷട്ട്സ്. ആൽഫ്രഡ് ഷട്ട്സ്. അപ്പോൾ ആൽഫ്രഡ് ഷട്ട്സ് ബേസിക്കലി ഈ ഫിനോമിനോളജിക്കൽ സോഷ്യോളജിയെ അദ്ദേഹം പറയുന്ന ഫിനോമിനോളജിക്കൽ സോഷ്യോളജിയിൽ ആർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്? കോമൺ സെൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് സോഷ്യോളജി ചുമ്മാ അങ്ങോട്ട് പഠിച്ചാൽ പോരാ, ഈ പറയുന്ന കോമൺ സെൻസിനും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ കോമൺ സെൻസ് നോളജിനെ ഇവർ കാണുന്നത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് നോളജ് എന്നാണ്. അതിൻ്റെ കാര്യം അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സോഷ്യോളജിക്കൽ നോളജ് അവിടെ ആളുകളുടെ ഇടയിൽ ആളുകൾ ഉപയോഗിക്കുന്ന നോളജ് അതാണ്, കാലാകാലങ്ങളായിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നോളജാണ്. അപ്പോൾ അവിടെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇത് വളരെ കുറവാണ്. അപ്പോൾ ഈ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോഷ്യോളജിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് ആര് പറയുന്നത്? ആൽഫ്രഡ് ഷട്ട്സിനെ പോലുള്ള ആൾക്കാർ പറയുന്നത്. അതേപോലെ തന്നെ പീറ്റർ ബെർജറും ഇതേ സെയിം രീതിയിൽ ഫിനോമിനോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് പഠിക്കുമ്പം അദ്ദേഹം പറയുന്നത് എന്താണ്? ഇപ്പം നമുക്ക് ഒരു നോളജിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു സാധനത്തിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി അഥവാ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഫിനോമിനോളജി നമ്മുടെ ചുറ്റിലും നടക്കുകയാണെങ്കിൽ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് ചിന്താഗതിയിൽ. ഏറ്റവും സിമ്പിളായിട്ട് പറയാം, ഇപ്പം നിങ്ങൾ സിവിൽ സർവീസ് എക്സാം എഴുതാൻ പോകുന്നു. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിന് വരാൻ പോകുന്ന പരീക്ഷകളെക്കുറിച്ച് നിങ്ങൾക്ക്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആങ്സൈറ്റി മാറ്റാൻ വേണ്ടി നിങ്ങൾ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അതൊരു കോമൺ സെൻസ് ചിന്താഗതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കാൻ പോകുന്നതോ അതൊക്കെ നിങ്ങളുടെ കോമൺ സെൻസ് ചിന്താഗതിയിൽ നിങ്ങളുടെ ഫിയറോ ആങ്സൈറ്റിയും മാറ്റാനുള്ളതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഹോപ്പി ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവരുടെ നോർത്ത് അമേരിക്കയിൽ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ ഡാൻസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന്. അവരുടെ ചിന്താഗതിയിൽ ഡാൻസ് കളിക്കുമ്പം അത് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനും ദൈവങ്ങൾ അന്നേരം അവർക്ക് മഴ കൊടുക്കുമെന്നാണ്. എന്നാൽ ഈ ദൈവവും മഴയും ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്ന് നമുക്ക് സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവിലൊക്കെ പറയാം. പക്ഷേ അത് പഠിക്കണമെങ്കിൽ ഓൾറെഡി അവിടെ ഉണ്ടായ ഒരു കോമൺ ചിന്താഗതി വേണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും പീറ്റർ ബെർജർ പറയുന്നതാണ്. പീറ്റർ ബെർജർ മേക്സ് ദ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ദാറ്റ് ഇഫ് വി എൻകൗണ്ടർ സംതിങ് ദാറ്റ് സീംസ് നോട്ട് ടു ഫിറ്റ് വിത്ത് വാട്ട് വി കോമൺ സെൻസിക്കലി ടേക്ക് ടു ബി കറക്റ്റ്, we as a matter of course and largely unself-consciously try to reinterpret it in a way that makes it understandable, something that is consistent with our experience. നമ്മുടെ എക്സ്പീരിയൻസിന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് കോമൺ സെൻസിക്കൽ നോളജ് എന്തിനു വേണം? നമുക്കൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയെ നിലനിർത്താൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും കോമൺ സെൻസിക്കൽ നോളജ് വേണമെന്നാണ് പീറ്റർ ബെർജർ പറയുന്നത്. ഇനി അതേ കണക്ക് തന്നെ എത്തനോ മെത്തഡോളജിസ്റ്റ് പറയുന്നത്, എത്തനോ മെത്തഡോളജിയും ഒരു സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന മെത്തഡോളജിയാണ്. കോമൺ സെൻസ് ഓർ ടാക്റ്റിക് നോളജ് ഇസ് എ കോൺസ്റ്റൻറ്റ് അച്ചീവ്മെൻറ്റ് ഇൻ വിച്ച് പീപ്പിൾ ഡ്രോ ഓൺ implicit rules of how to carry on and which produce a sense of organization and coherence. അപ്പം നമ്മൾ ഒരു സൊസൈറ്റിയെ നിലനിർത്തുന്ന, അല്ലെങ്കിൽ സൊസൈറ്റിയെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? ഇതേ കണക്കുള്ള കോമൺ സെൻസ് ചിന്താഗതികളാണ്. അപ്പോൾ ഈ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതെന്നാണ് എത്തനോ മെത്തഡോളജിസ്റ്റ് പറയുന്നത്. അപ്പോൾ കോമൺ സെൻസ് ചിന്താഗതികളെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒരു സൊസൈറ്റിയിലെ ഇൻ്റഗ്രേഷന് ഈ പറയുന്ന കോമൺ സെൻസ് നോളജും ആവശ്യമാണ് എന്നാണ് ആര് പറയുന്നത്? എത്തനോ മെത്തഡോളജിസ്റ്റ് പറയുന്നത്. ഇനി സിംബോളിക് ഇൻട്രാക്ഷനിസം GH മീഡിയനെ കണക്കുള്ള ആൾക്കാർ പറയുന്നത്, ഫോർ സിംബോളിക് ഇൻട്രാക്ഷനിസ്റ്റ് ആൻഡ് അതർ ഇൻ്റർപ്രറ്റേറ്റീവ് സോഷ്യോളജി, അതായത് ഇൻ്റർപ്രറ്റേറ്റീവ് സോഷ്യോളജിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു ഫിനോമിന എടുത്തിട്ട് അതിൻ്റെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അതായത് ആ ആക്ടർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു ആക്ഷൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ ചിന്താഗതിയിൽ എന്താണോ ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പഠിക്കുന്നതാണ് ഇൻ്റർപ്രറ്റേറ്റീവ് സോഷ്യോളജി. അപ്പം ദെയർ ഇസ് എ ലെസ് റിഗറസ് അനാലിസിസ് ഓഫ് കോമൺ സെൻസ് നോളജ്, ബട്ട് ദ സെൻട്രൽ എയിം ഓഫ് സോഷ്യോളജി ഈസ് സീൻ ആസ് എക്സ്പ്ലിക്കേറ്റിംഗ് ആൻഡ് എലാബറേറ്റിംഗ് പീപ്പിൾസ് കൺസെപ്ഷൻ ഓഫ് ദ സോഷ്യൽ വേൾഡ്. അതായത് ഈവൻ ദോ നമ്മൾ പറയുകയാണ് കോമൺ സെൻസ് നോളജ് നമ്മൾ കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ, അതിൽ വാല്യൂ ആഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാം നമ്മുടെ കൺസെപ്ഷൻസിന് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതാണ് സോഷ്യൽ വേൾഡിൽ നമ്മൾ ഇവിടെയുള്ള സൊസൈറ്റിയിലുള്ള ആളുകൾ എങ്ങനെയാണ് സോഷ്യൽ വേൾഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുള്ള ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇൻട്രാക്ഷൻസിനാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ വേൾഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ കോമൺ സെൻസ് ചിന്താഗതികളെ ഒഴിവാക്കാൻ പറ്റില്ല. ഇനി however some sociologists see common sense knowledge as different from if not opposed to sociological understanding. അതായത്
കോമൺ സെൻസ് നോളജിന് ഇപ്പോൾ നേരത്തെ ഇവിടെ നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ ഇൻട്രാക്ഷനിസവും ഫിനോമിനോളജിയൊക്കെ പറഞ്ഞാൽ നമുക്ക് കോമൺ സെൻസിനെ അങ്ങനെ സോഷ്യോളജിയിൽ നിന്ന് മൊത്തത്തിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ലെങ്കിലും ചില ആളുകൾ ഇപ്പോഴും പറയുന്നത് എന്താണ്, സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യോളജിയും കോമൺ സെൻസും തമ്മിൽ ഈവൻ ദോ രണ്ട് തമ്മിൽ എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഉണ്ടെങ്കിലും രണ്ടിനെ രണ്ട് രീതി കാണണമെന്നാണ് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ഡെർക്കൈം സോഷ്യോളജി മസ്റ്റ് ബ്രേക്ക് ഫ്രീ ഫ്രം പ്രിജുഡിസ് ഓഫ് കോമൺ സെൻസ് പെർസെപ്ഷൻസ് ബിഫോർ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് സയൻറ്റിഫിക് നോളജ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്? അദ്ദേഹത്തിന് സോഷ്യോളജി ഒരു സയൻസ് ആയിട്ട് കാണണമെന്നായിരുന്നു ആഗ്രഹം. സയൻസിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വാല്യൂസിന് വലിയ റോളില്ല. കാരണം നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുന്ന ലാബിൽ കൊണ്ടുപോയാണ്. അപ്പോൾ ലാബിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തുമ്പം അവിടെ നമ്മുടെ ഫീലിങ്സിനോ കാര്യങ്ങൾക്കോ ഒന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിസയർ ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ട് മാത്രമേ കിട്ടൂ, അല്ലെങ്കിൽ ഒറിജിനൽ എക്സ്പെരിമെൻ്റ് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഡെർക്കിം പറയുന്നത് സൊസൈറ്റിയെ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ചിന്താഗതി അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ കോമൺ സെൻസ് പെർസെപ്ഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്റ്റഡി നമുക്ക് കിട്ടില്ല. അത് വാല്യൂ ബയാസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയും സോഷ്യോളജിസ്റ്റുമാർ സോഷ്യോളജിയെക്കുറിച്ച് അല്ലെങ്കിൽ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുമ്പം കോമൺ സെൻസ് പെർസെപ്ഷൻസ് മാറ്റിവെക്കണം എന്നാണ് പറയുന്നത്. ഫോർ മാർക്സിസ്റ്റ് മച്ച് കോമൺ സെൻസ് നോളജ് ഇസ് ഐഡിയോളജിക്കൽ ഓർ അറ്റ്ലീസ്റ്റ് വെരി ലിമിറ്റഡ് ഇൻ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്. ഇനി മാർക്സിയൻ ചിന്താഗതിയിൽ നമുക്കറിയാം മാർക്സിസ്റ്റ് ചിന്താഗതി തന്നെ ഒരു ഐഡിയോളജിയാണ്. അവർ തന്നെ പറയാണ് കോമൺ സെൻസ് നോളജിന് നമ്മൾ മാറ്റി നിർത്തണം. അതിൻ്റെ കാര്യം എന്താണ്? നമ്മളുടെ സ്റ്റഡി, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വേൾഡിനെ കുറിച്ചുള്ള ഐഡിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആയി പോകും. ഇസ് ഐഡിയോളജിക്കൽ ഓർ അറ്റ്ലീസ്റ്റ് വെരി ലിമിറ്റഡ് ഇൻ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്. കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് നോളജ് സിസ്റ്റം എന്നാണ് മാർക്സിസ്റ്റുകാർ പറയുന്നത്. Therefore, to begin with, we should see the difference between knowledge derived from common sense, those having origin in sociological research and systematic method. അതായത് ഇനി കോമൺ സെൻസിൻ്റെ അകത്തുള്ള ചിന്താഗതികൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ നമ്മൾ മേക്ക് ഷുവർ ദാറ്റ് ഈ ഒരു സോഷ്യോളജിക്കൽ റിസർച്ചും സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ഉപയോഗിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു നോളജാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതാണ് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് ഈ യൂണിറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ യൂണിറ്റ് എൻഡ് ചെയ്യുന്നത്, അതായത് ഇവിടെയല്ല നമ്മളുടെ സോഷ്യോളജി എൻഡ് ചെയ്യുന്ന സ്ഥലം വരെയുള്ള എക്സാമ്പിൾസ് നമുക്കിവിടെ യൂസ് ചെയ്യാം. 2-3 എക്സാമ്പിൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്ന്. ഫോർ എക്സാമ്പിൾ ഡെർക്കിമിനെയും മാർക്സിനെയൊക്കെ. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പം വരുന്ന എക്സാമ്പിളുകളും നമുക്കിതിൻ്റെ അകത്തോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സുഖമായിട്ട് പഠിക്കാം. അതായത് ഒരു സാധാരണക്കാരൻ അയാളുടെ ചിന്താഗതിയിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് കോമൺ സെൻസ്. അപ്പോൾ ആ കോമൺ സെൻസ് ചിന്താഗതിയെ സോഷ്യോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ സയൻറ്റിഫിക് ആക്കാം എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ് ഇല്ലാതെ നമുക്ക് സോഷ്യോളജി പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് നമുക്കിവിടെ മനസ്സിലായി. അപ്പം ഇതാണ് നമ്മുടെ സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.